നമസ്കാരം എറിക്. നമസ്കാരം. ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെയാണ്, നമ്മുടെ ഒരു 10 വർഷം മുന്നേ ഒക്കെ ആണെങ്കിൽ വീട്ടിൽ വിവാഹിതരാകാൻ നിൽക്കുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ചേട്ടന്മാരോ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബ്രോക്കർമാർ വരും, അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ പറയും ഇങ്ങനെ ഒരു പയ്യനുണ്ട്, ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വിവാഹാലോചനകളൊക്കെ വരും. അങ്ങനെയൊക്കെയാണ് വിവാഹം നടക്കാറുണ്ടായിരുന്നത്. കുറച്ചു കാലം മുമ്പാണെങ്കിൽ ബമ്പിൾ ഉണ്ടായിരുന്നു, ടിൻഡർ ഉണ്ടായിരുന്നു, അരികെ ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഡേറ്റിംഗ് ആപ്പുകളായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇങ്ങനെ വലുതായി വരുന്നത് മാട്രിമോണി ആപ്പുകളാണ്. അത് ലൈസൻസോട് കൂടി പ്രണയിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കാം, വീട്ടുകാരുടെ ലൈസൻസോട് കൂടി. അപ്പോൾ വീട്ടുകാർ പറയുന്നു ഇങ്ങനെ നമ്മളൊരിടത്ത് രജിസ്റ്റർ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് പ്രൊപ്പോസൽസ് വരുന്നു. അപ്പോൾ ഇതിലേതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്? ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ മാരീഡ് അല്ല. അപ്പോൾ ഞാനൊരു മാട്രിമോണി ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ആത്യന്തികമായിട്ട് ഇപ്പം എന്താ പറയുക, സ്ത്രീകളുടെ കയ്യിലാണ് കൂടുതൽ പവർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ ഏത് ആപ്പിൽ വഴി പരിചയപ്പെട്ടാലും നമുക്ക് നമ്മുടെ ഇപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ വീട്ടിലവർ വരുന്നു, അപ്പം ഈ പറയുന്ന ബ്രൈഡ്സിന് കൂടുതൽ ഒന്നും ചോയ്സ് ഇല്ലായിരുന്നു. ഓക്കെ, വീട്ടുകാർ ഒരു ആലോചന കൊണ്ടുവരുന്നു, ഓക്കെ കിട്ടുന്നു. അപ്പൊ ചില സിനിമയിലൊക്കെ പറയാറില്ല, ഞാൻ കല്യാണം കഴിക്കുമ്പോഴാണ് ഇങ്ങനെ ആളെ പിന്നെ അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആളുടെ മുഖം കാണുന്നത്. ഇപ്പൊ അതിന്നൊക്കെ മാറി ഈ ആപ്പിൽ പരിചയപ്പെട്ടാലും ഇപ്പം പാരൻസ് സംസാരിച്ചാലും സ്വാഭാവികമായിട്ടും ഇപ്പം ഈ പറയുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് സംസാരിക്കണമെന്ന് പറയും. അത് അതിനൊരു നിശ്ചിത പീരീഡ് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ആപ്പില് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതിന്റെ അൽഗോരിതം ഡൈനാമിക്സ് ഒക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അത് ഇതൊക്കെ ഒരു ഫണ്ണാണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇതൊക്കെ ഒരു ഫേസ് ആണ് ലൈഫിൽ. അപ്പോൾ മാട്രിമോണി ആപ്പ് പക്ഷെ എനിക്ക് വിയോജിപ്പുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പം M4 മാരി ഓക്കെ, അതിൻ്റെ അകത്ത് എല്ലാ ആൾക്കാരും ഉണ്ട്. ചിലതിലൊക്കെ ഇങ്ങനെ ഈ നായർ മാട്രിമണി, കാത്തലിക് മാട്രിമണി, ക്രിസ്ത്യൻ മാട്രിമണി, അത് ആ ഒരു വേർതിരിവ് പേരിലുള്ള ആ ഒരു ഇത് ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോ പേരിൽ നല്ലത് നമ്മൾ പറയുകയാണെങ്കിൽ, യാഥാസ്ഥികമായി സംസാരിക്കുകയാണെങ്കിൽ എല്ലാ പേരൻസും ചിന്തിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കണം, ആ ഒരു കോൺസെപ്റ്റാണ്. നമ്മളിനി എത്ര പ്രോഗ്രസീവ്നെസ് പറഞ്ഞാലും മാതാപിതാക്കളുടെ ചിന്ത പോകുന്നത് അങ്ങനെയാണ്, അതേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വിവാഹം കഴിക്കുക. കല്യാണ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ചിന്തിക്കുന്ന അവരുടെ തോട്ട് പ്രോസസ്സ് അങ്ങനെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് ഈ പറഞ്ഞ നായർ മാട്രിമോണി, കാത്തലിക് മാട്രിമോണി, ഈഴവ മാട്രിമോണി, ഇങ്ങനെ പേരുകൾക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികളോ പുരുഷന്മാരോ ഒക്കെ നേരിട്ട് പോയി അന്വേഷിക്കുകയാണെങ്കിൽ വല്ല ഡേറ്റിംഗ് ആപ്പിലൊക്കെ നോക്കും. ഈ പാരന്റ്സ് ആണ് ഇതിൽ പോയി പൈസയൊക്കെ കൊടുത്ത് ഇതൊക്കെ അന്വേഷിക്കുന്നത്. ഇതെല്ലാം ഒരു മാർക്കറ്റ് അല്ലേ? ആദ്യം കുറച്ച് പണം അടച്ച് വിവാഹ മാർക്കറ്റ്. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ ഈ മാട്രിമോണി രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കാരണം ഈ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നവരൊക്കെ ഓക്കെ കല്യാണം ഇമ്മീഡിയറ്റ് ആയിട്ട് കല്യാണം കഴിക്കും, ഇപ്പം നമ്മൾ പോയി സംസാരിച്ചാൽ ഓക്കെ എന്നുള്ള ഇതായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ കാര്യമാണ്, ഇറ്റ് ഈസ് എ പെർസ്യൂട്ട് എന്നാണ് പറഞ്ഞത്. ഒരു അപ്പം പെർസ്യൂട്ടോ, അപ്പോൾ ഇതൊരു നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. നമ്മുടെ ഒരു ഭാവി ബെറ്റർ ഹാഫിനെ കണ്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ബെറ്റർ ഹാഫ് എന്ന് പോലും പറയാൻ പാടില്ല, കംപ്ലീറ്റ് ആണ് ആൾക്കാർ. അപ്പം നമ്മൾ ലൈഫ് ഷെയർ ചെയ്യാൻ പോകുന്ന ആളെ കണ്ടെത്തുമ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കണം. എനിക്കൊന്ന് വുമൺസ് ആണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പക്ഷെ എനിക്കൊന്ന് പെൺകുട്ടിക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എത്ര പരിധി വരെ ഇപ്പൊ സമ്മർദ്ദത്തിലായിരിക്കും ഈ പറഞ്ഞ ചൂസിങ് ഒക്കെ നടക്കുന്നത്. പക്ഷെ എന്നാൽ പോലും എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊന്ന് സംസാരിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം, നോക്കട്ടെ എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ കുറച്ചുകൂടി ലഭിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഒന്ന് ആലോചിച്ചു, ഒന്നുമില്ലായിരുന്നു. കുറച്ചുകൂടെ എന്നല്ല, ഇപ്പം ഫുൾ പവർ ഗോസ് ടു വുമൺ. കാരണം അവരത് ആലോചിച്ചല്ലേ ചെയ്യുള്ളൂ. ഇപ്പൊ പാരന്റ്സ് പറഞ്ഞാലും ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് അവരുടെ റൈറ്റ് ആണ്, അവരതിപ്പോ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമായിട്ടല്ലേ? നല്ല കാര്യമാണ്, അത് വളരെ നല്ല കാര്യമാണ്.
അപ്പോൾ ഡേറ്റിംഗ് ആപ്പുകളാണോ മാട്രിമോണിയൽ ആപ്പുകളാണോ കുറച്ചുകൂടി നല്ലത്? പ്രണയിച്ചിട്ടുണ്ടോ എറിക്? അങ്ങനെ ഞാൻ എൻ്റെ പാഷൻ പൊളിറ്റിക്സ് ആയിരുന്നു. ഞാൻ പൊളിറ്റിക്സിലുള്ള വളരെ ഒരുപാട് പ്രണയിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, ഞാൻ എൻ്റെ ഫസ്റ്റ് ലവ് ഇസ് ഓൾവേസ് KSU. അത് എന്നെ അടുത്തറിയുന്നവർക്കറിയാം. ഞാൻ എൻ്റെ ആദ്യത്തെ പ്രണയം KSU ആണ്. പിന്നെ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ചെയ്തത്. അപ്പം പെൺകുട്ടികൾ കുറവെന്നല്ല, എൻ്റെ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. അതിന് എൻ്റെ ജൂനിയർ ആയിട്ട് വന്ന ഒരു മെക്രാണി ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ആ മെക്രാണി എന്ന് പറയുന്ന ആളെ ആരും അങ്ങനെ പ്രണയിക്കാറൊന്നും പോകാറില്ല, പ്രത്യേകിച്ച് ആ ക്ലാസ്സിലുള്ള ആൾക്കാർ ആ ക്ലാസ്സിൽ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ഒരു പ്രവണതയുണ്ട്. അപ്പം ഞാന് അതിനുള്ള സാഹചര്യം, പിന്നെ ഈ നമ്മുടെ ഇന്ത്യൻ പ്രണയകഥയെ പറയുന്ന പോലെ ഒരു പ്രതിച്ഛായ ഭയം ഉള്ളതുകൊണ്ട് ഞാന് ആ പ്രതിച്ഛായ ഭയമുള്ളതുകൊണ്ട് ഇന്ന് മാന്യമായിട്ട് ജീവിക്കാം. അതെ 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 അതുകൊണ്ട് എനിക്ക് 100% കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കഴിയും. ഞാൻ അങ്ങനെ ആരെയും ശല്യപ്പെടുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോയിട്ടില്ല, ഇനി പോകത്തുമില്ല. ബട്ട് ചിലപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇപ്പം നമ്മൾ ആലോചിക്കുന്ന എന്താണ്, നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം നമുക്ക് കല്യാണം കഴിക്കാമെന്നുള്ള ഒരു തോട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരെ അങ്ങനെ മിസ് ചെയ്ത് പോയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നമ്മളപ്പോൾ വിചാരിക്കും ഓക്കെ നമുക്കിപ്പോൾ ഒരു ജോലിയില്ലാത്തോ അല്ലെങ്കിൽ ഒരു ഏർണിംഗ് മെമ്പർ ആവട്ടെ. അപ്പം ഞാൻ LLB കഴിഞ്ഞ് ഇപ്പം LLM കഴിഞ്ഞ് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നു, ഓഫീസുണ്ട്. അപ്പം ഇപ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് മാരേജിനെ പറ്റി ആലോചിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു പ്രണയം. പക്ഷെ എനിക്ക് പ്രണയത്തെ പറ്റി നന്നായിട്ട് അറിയാം, ഒരുപാട് ആളുകളുടെ സ്ട്രഗിൾ അറിയാം, ഒരുപാട് ആൾക്കാരുടെ ബ്രേക്കപ്സ് കണ്ടിട്ടുണ്ട്, അവരുടെ ഇമോഷണൽ ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇഷ്യൂസ് നമുക്കറിയാം. അതെ, അപ്പോൾ റിലേഷൻഷിപ്പിൽ എന്താകണമെന്നാണോ എന്താകരുത് എന്നാണോ പഠിച്ചിട്ടുള്ളത്? എന്താ ഇങ്ങനെ ആകരുത്, ഞാനൊരു ടോക്സിക് പേഴ്സൺ ആകരുത്, അല്ലെങ്കിൽ ഞാനൊരു വലിയ ലവബിൾ പേഴ്സൺ ആകണം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടോ? ഇപ്പോൾ ഞാൻ, അതായത് എൻ്റെ കോളേജ് ലൈഫിലുള്ള ഒരു സാഹചര്യം അല്ല ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ ആൾക്കാർക്ക് സ്പേസ് കൊടുക്കണം. പണ്ട് അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുക, അതിൻ്റെ പിറകെ പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ ജെന്യൂൻ ആയിരിക്കുക. അപ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർക്ക് അത് റെസിപ്രൊക്കേറ്റ് ചെയ്യാൻ കഴിയും, ഇന്നല്ലെങ്കിൽ നാളെ അത് റെസിപ്രൊക്കേറ്റ് ചെയ്യാൻ കഴിയും, മനസ്സിലാവും. എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് എപ്പോഴും കൊണ്ട് നടക്കാൻ കഴിയില്ല. അങ്ങനെ കൊണ്ട് നടക്കുന്നവരുടെയൊക്കെ അവസ്ഥ പ്രശ്നത്തിലാവും, ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നത്തിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജെന്യൂൻ ആയിരിക്കുക. ആകണം എന്ന് പറയുന്നത് വി ഷുഡ് ബി 100% ജെന്യൂൻ. പിന്നെ ഉള്ള ഒരു കാര്യം, ആകരുത് എന്ന് പറയുന്നത്, നമ്മൾ ആ സമയത്ത് നമ്മൾ എന്താ പറയുക, ഹേർട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ആൾക്കാരെ കൂടുതലും. ചിലപ്പോൾ ബ്രേക്കപ്പിലോട്ടൊക്കെ പോകുന്ന സമയത്തായിരുന്നാലും ഹേർട്ട്ഫുൾ ആവാത്ത സിറ്റുവേഷനിൽ കടന്നു പോകാതിരിക്കുക എന്നൊക്കെയുള്ളതാണ്. പരസ്പരം സ്നേഹിക്കുക. അപ്പോൾ ഈ കലാലയത്തിൽ, കോളേജ് ജീവിതത്തിൽ ഒരു പ്രണയം ഉണ്ടാവാത്തതിൽ ഖേദിക്കുന്നുണ്ടോ, വിഷമം തോന്നാറുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫസ്റ്റ് ലവ് KSU ആയിരുന്നു. അപ്പം നമ്മുടെ പാഷൻ, ഇപ്പം ഞാൻ എലക്ഷൻസിൽ ലോ കോളേജിലെ എലക്ഷൻ, അപ്പോൾ ലോ കോളേജ് ഇലക്ഷൻ സംഘർഷഭരിതമാണ്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ഇടിവണ്ടി ബഹളം പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ഒരുപാട്, അവരൊക്കെ ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമാണ്. ഈ പറയുന്ന കലാലയ രാഷ്ട്രീയത്തിൽ എന്നെ തല്ലിയത് ഞാൻ തല്ലിയെന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ട് ചേരികളാണല്ലോ, അവരൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ചില കാര്യങ്ങൾ, നമ്മളൊരു എലക്ഷന് തോക്കുക എന്ന് പറയുന്നത്, അപ്പം ഞാൻ കാണുന്നത് ഓക്കെ ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം, നെക്സ്റ്റ് എലക്ഷൻ ജയിക്കുമ്പോൾ നമുക്ക് ആ സന്തോഷം ഉണ്ടാവും. അപ്പം അതാണ് എനിക്ക് ഒരു ഡോപ്പമൈൻ തന്നുകൊണ്ടിരുന്ന കാര്യം അതായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് സിംഗിളായിട്ട് അധികം നാളൊന്നും ഇരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. എന്നാലും DMകളിൽ പോയി ഹായ് ഹലോ കഴിച്ചോ എന്നൊന്നും ചോദിക്കുന്ന സ്വഭാവമില്ലല്ലോ. എനിക്ക് അങ്ങനത്തെ സ്വഭാവമേ ഇല്ലാത്ത ആളാണ്. അങ്ങനെ അതേ സ്വഭാവം ഉള്ളത് കൊണ്ട് കെണിയിൽപ്പെട്ടിരിക്കുന്ന പലരും ഇവിടെ ഉണ്ട്, പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും. അല്ല, അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഞാൻ അങ്ങനെയൊന്നും അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കും, ഓക്കെ ഇനി അങ്ങനെ ചെയ്യണോ, അങ്ങനെയാണോ അല്ല കല്യാണം കഴിക്കുന്നതല്ല, ഷുഡ് വി ഡു ലൈക്ക് ദാറ്റ്? ഓക്കെ നമ്മളിങ്ങനെ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കണോ, ഗുഡ് നൈറ്റ് അയക്കണോ? അപ്പം നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ ട്രയൽ ആൻഡ് എററിൽ കൂടെ തന്നെയാണ് ഇതൊക്കെ പഠിക്കുന്നത്. അതെ, അപ്പോൾ ഈ മാട്രിമോണി ബിസിനസ്സിൽ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ?
ഇത് ഒരു ബിസിനസ് എന്നുള്ള ബിസിനസ് മോഡൽ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ്സ് എ ബിസിനസ് മോഡൽ. അത് പല പല പാക്കേജസ് ആണ് മാട്രിമോണി വെബ്സൈറ്റിൽ. അപ്പോൾ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം ഇതൊരു ബിസിനസ് മോഡലാണ്. ബട്ട് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ മനുഷ്യരാണല്ലോ, അവരുമായിട്ട് കണക്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ നമ്മൾ സമയം കൊടുക്കുക, ട്രൈ ടു എക്സ്പ്രസ് അവർ സെൽഫ്, ജെന്യൂൻ ആവാൻ ശ്രമിക്കുക. അതിൻ്റെ അകത്ത് കൂടുതൽ നമ്മൾ ഒരുപാട് പുകമറകൾ സൃഷ്ടിക്കാതെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഗേൾസിന് ഇപ്പോൾ അവർ എന്താ പറയുക, നമ്മുടെ സാലറിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക വെൽത്തോ അതൊന്നും അല്ല അവർ നോക്കുന്നത്. അവർക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മോർ പവർ ഷുഡ് ബി ഗിവൺ ടു ദ ഒപ്രസ്ഡ് എന്നാണ്, അല്ലേ? തീർച്ചയായും. കാരണം ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം, ഒരു ആൺകുട്ടിക്കാണെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ അതൊരു ഡിവോഴ്സിൽ പോവുകയാണെങ്കിൽ, ഞാനിപ്പം ഫാമിലി കോർട്ടിലൊക്കെ നമ്മൾ കാണുന്നതാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഡിവോഴ്സ് റേറ്റ്സ് കൂടി വരികയാണ്. അയാൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. തീർച്ചയായും. അതേസമയം ഒരു വനിതയ്ക്ക് അത് പാടാണ്. അത് ഇനി അങ്ങനെ ഓവർകം ചെയ്ത് വരണം. പിന്നെ അതുപോലെ ഈ പറയുന്ന പോലെ എന്താണ്, ഒരു കുട്ടിയും കൂടെയൊക്കെ വരികയാണെങ്കിൽ അവരുടെ ഒരു ലൈഫ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഒരു പുരുഷനാണെങ്കിൽ ആ ബുദ്ധിമുട്ടില്ല. അപ്പം അതുകൊണ്ട് അവർ കൂടുതൽ ചിന്തിക്കണം, കൂടുതൽ ആലോചിക്കണം. അത് ഞാൻ പറയുന്നത് എപ്പോഴും വി സ്റ്റാൻഡ് വിത്ത് ദ ഒപ്രസ്ഡ്. നമ്മൾ ബുദ്ധിമുട്ട് അവരെയാണ് എംപവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം അവർ എംപവേർഡ് ആണ്. അത് എത്രത്തോളം എല്ലാവർക്കും നല്ല ജീവിതങ്ങൾ കിട്ടട്ടെ. പിന്നെ വാലന്റൈൻസ് ഡേ ഒക്കെ വരുമല്ലോ. അതെ വാലന്റൈൻസ് വീക്ക് ഒക്കെ വരുവാണ്. എന്തായാലും എറിക്കിന് നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ തന്നെ കിട്ടട്ടെ. താങ്ക് യു. എല്ലാവർക്കും മാത്രമല്ല എല്ലാവർക്കും.